മുത്തോണ അണ്ണൻ ഇവിടെ എന്താ പണി? അതൊന്നും എങ്ങനെ ചോദിച്ചേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നവര്. നിർത്ത്. മെയിൻ ആയിട്ട് ഇവിടെ അമ്മയുടെ കാര്യം നോക്കാനാണ് അണ്ണൻ നിർത്തിയിരിക്കണത്. ഞാനിപ്പോ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ എന്തായിരുന്നു എന്റെ സ്ഥിതി? അല്ല, ഞാൻ കൊച്ചമ്മയുടെ അടുത്ത് ചെന്ന് പറഞ്ഞതാണ് ആഹാരം കഴിക്കാൻ, പക്ഷെ കേട്ടില്ല. ഞാൻ എന്ത് ചെയ്തിട്ട്? കേട്ടില്ലെന്നും പറഞ്ഞ് ഇവിടെ ആഹാരം മരുന്നും ഒക്കെ കൊടുക്കണത് അണ്ണന്റെ ജോലിയല്ലേ? ഞാൻ അതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ കുഞ്ഞെ. അത് ഞാൻ കണ്ടു. കുഞ്ഞെ, കാര്യം അറിയാതെ വെറുതെ ദേഷ്യപ്പെടരുതേ. ഞാൻ കൊച്ചമ്മയുടെ ചെന്ന് ചോദിച്ചു നോക്കണം ഞാൻ എത്ര തവണ ചെന്ന് വിളിച്ചെന്ന്. പിന്നീടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നീടാവട്ടെ എന്ന് പറഞ്ഞിരുന്നാലും നിർബന്ധിച്ച് കൊടുക്കേണ്ട അണ്ണന്റെ ഡ്യൂട്ടിയാണ്. അതിനല്ലേ ഇവിടെ മാസം ശമ്പളം തന്നെ നിർത്തിയിരിക്കണം. ഞാൻ ശമ്പളത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. എന്റെ സ്വന്തം അമ്മയെ നോക്കുന്നതിനേക്കാൾ ഉപരിയായിട്ടല്ലേ ഞാൻ കൊച്ചമ്മയെ നോക്കുന്നത്. കുഞ്ഞിനറിയാമോ, കൊച്ചമ്മയെന്ന് ആഹാരം കഴിക്കാത്തതുകൊണ്ട് ഞാനും ഒരു ഭാഗം കഴിച്ചിട്ടില്ല. അണ്ണാ, കാര്യങ്ങൾ കുറച്ചും കൂടെ ഗൗരവത്തോടെ കാണണം. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല. മതി മതി കുഞ്ഞ്, എനിക്ക് മനസ്സിലായി. ഇനി അങ്ങനെയൊന്നും പറ്റാതെ ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഞാൻ നോക്കിക്കോളാം. മുത്തോണ്ട ഞാൻ വിളമ്പാം. വേണ്ട, എൻ്റെ ജോലി ഞാൻ ചെയ്തോളാം. ഞാൻ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് ശമ്പളം തരുന്നത്. മുത്തോണ്ണൻ നല്ല പിണക്കത്തിലാണല്ലോ. അയ്യോ, എനിക്ക് ആരോടും പിണക്കമില്ലേ. എന്താണ് പിന്നെ നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചോണ്ട് നിൽക്കുന്നേ? കൊച്ചമ്മ ഒന്നും പറയണ്ട. ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിൽ കുറ്റോ കുറവോ ഉണ്ടെങ്കിൽ അത് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. അല്ലാതെ വേറെ ഒന്നും പറയാൻ നിൽക്കണ്ട. ഓ, മനസ്സിലായി. പ്രശോവ് വല്ലതും പറഞ്ഞെന്ന് പറഞ്ഞു നീ എന്തിനാ അതിങ്ങനെ കാര്യമാക്കുന്നത്? പ്രശോഭം അങ്ങനെ പറഞ്ഞപ്പം കൊച്ചമ്മ മറുത്തൊന്നും പറഞ്ഞില്ലല്ലോ. അത് മുത്തുവിന്റെ കുഴപ്പമല്ല, എന്റെ കുഴപ്പമാണ്. ഞാൻ സമയത്തിന് ആഹാരം കഴിക്കാത്തതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാ കൊച്ചമ്മ? ഇല്ലല്ലോ. അല്ല, എനിക്ക് അറിയാമയ്യായിട്ട് ചോദിക്കുക. പ്രശോഭ് ഇങ്ങനെയൊക്കെ പറയും എന്ന് മുൻകൂട്ടി ചിന്തിക്കാൻ എനിക്ക് പറ്റുകൂടാ? എനിക്കറിയത്തില്ലല്ലോ അവൻ ഇങ്ങനെയൊക്കെ പറയുമെന്ന്. ഞാൻ പ്രശോഭനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് പ്രശോഭന എല്ലാം മനസ്സിലായതണ്ണ. പിന്നെ പ്രശോഭന അണ്ണെ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. മുത്തോണ്ണ, അപ്പോഴത്തെ അമ്മയുടെ അവസ്ഥ കണ്ടപ്പം ചേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയാലേ അല്ലാതെ മറന്നു കാണും. പറയുന്നാലങ്ങ് മറക്കാൻ പറ്റും, പക്ഷെ കേട്ട എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റൂല. അതങ്ങ് വിട്ടുകള. നീ ഒരു കാര്യം ചെയ്ത് നീ അങ്ങോട്ടിരിക്കും. നീ ഒരു വക രാവിലെ കഴിച്ചില്ലല്ലോ, വല്ലോ കഴിക്കോട്ടിരുന്ന് വാ. വേണ്ട കൊച്ചമ്മ, എനിക്കൊന്നും വിശപ്പില്ല. കൊച്ചമ്മയ്ക്ക് കൃത്യമായിട്ട് ആഹാരവും മരുന്നും തരണമെന്നാണ് പ്രസവ കുഞ്ഞ് പറഞ്ഞേക്കുന്നത്. അതാണ് എൻ്റെ ജോലി. അത് മാത്രമാണ് എൻ്റെ ജോലി. അവന്റെ മുഖം കണ്ടാൽ അറിയാം അവന്റെ പിണക്കം പ്രശോഭിനോടൊന്നും അല്ല, എന്നോടാ. ഞാനാണല്ലോ ഇങ്ങനെയൊക്കെ കാണിച്ചത്. എനിക്കട്ടെ. അമ്മ കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട എന്റെ പെണ്ണു കുഞ്ഞെ. അമ്മ കഴിക്കേ. വേണ്ട വേണ്ട, ഒന്നും വേണ്ട, വയറ് നിറഞ്ഞ്. ചേട്ടൻ എന്തായാലും അങ്ങനൊന്നും ആ സമയത്ത് പറയരുത്. അത് നമ്മുടെ മുത്തോണ്ണന്റെ അടുത്ത്. അമ്മേനെ പിടിവാശിക്കാണ് ഇതിനൊക്കെ കാരണം. പിന്നെ അമ്മ ഒന്നും അറിഞ്ഞു വെച്ച് ചെയ്യുന്നല്ലോ. വൈകിട്ട് ആഹാരം കഴിക്കാൻ വന്നിരുന്നപ്പം മുത്തോണ്ണനും അമ്മയും തമ്മിൽ മിണ്ടിയില്ല. പിന്നെ ഉച്ചയ്ക്കുണ്ടാ സംഭവം ചേട്ടൻ അറിഞ്ഞു കാണുമല്ലോ. വൈകിട്ട് ഞാൻ വന്ന് കയറിയപ്പോഴും മുത്തോണ്ണ എന്നോടും ഒന്നും മിണ്ടിയില്ല. പിന്നെ വിഷമം കാണാതിരിക്കുവോ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ചേട്ടാ, നിങ്ങൾ ആദ്യം പോയി ഒരു സോറി പറ, അവിടെ പ്രശ്നം തീരും. ശരി, ഞാൻ സോറി പറയാം. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. അമ്മയും മുത്തോണ്ണനും തമ്മിലുള്ള പിണക്കം മാറ്റണ്ടേ? അതൊക്കെ നമുക്ക് പയ്യെ മാറ്റാം. നിങ്ങൾ വാ, ചെന്നൊരു സോറി പറ. എങ്കിൽ ശരി, നീയും കൂടെ വാ. ശരി, കിടന്നോ, ഞാൻ വന്നേക്കാം.